എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ബാക്ക് ഓൺ ട്രാക്ക് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പോളിവുഡ് ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ബൈക്കാണ്. ഈ ബൈക്ക് നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, ഇത് ബ്രേക്കാണ്, ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് നമ്മൾ ഇന്ന് ഊരാൻ പോവാണ്. ഡിസ്ക് ബ്രേക്ക് ഇല്ല, ബ്രേക്ക് ഇല്ലാതെ നമുക്ക് ഇന്നൊരു 5 കിലോമീറ്ററാണ് നമ്മൾ ഈ ബൈക്കും കൊണ്ട് ഓടിക്കാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പോളിട്ടനും കൊണ്ട് ഇന്ന് നമുക്കൊരു പൊളി പൊളിക്കാട്ടാ. പക്ഷെ ആദ്യം ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് ഊരാട്ടാ. ഇത് ക്വിക്ക് റിലീസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് 2 ടയറും ഊരിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് ഓരോ സ്ക്രൂവും വെച്ച് ഊരണട്ടാ. ഓരോ സ്ക്രൂവും വെച്ച് ഊരാൻ പറ്റും എന്നാണ് എൻ്റെ നിഗമനം. പക്ഷെ ഇതിൽ ഊരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ടൈപ്പ് സ്ക്രൂ അല്ല കേട്ടാ. നമുക്ക് നോക്കി നോക്കാം. ഇതിൽ ഊരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കിയേ, അറ്റാച്ച്ഡ് ആണ് ഇത് വരണേ. ഇത് അറ്റാച്ച്ഡ് ആണെന്നുകൊണ്ടാ. ഇതെങ്ങനെ ഊരാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. ഞങ്ങൾ അങ്ങനെ ബിപിൻ ചേട്ടൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. അല്ലാതെ അത് ശരിയാവും തോന്നുന്നില്ല. ബൈക്ക് ഷോപ്പിലേക്ക് വന്നിട്ട് സാധനം എന്തൊരു പ്രശ്നം, ഇത് തിരിച്ചിട്ടാൽ മതിയാ. ഇത് പുതിയ സെറ്റപ്പാണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ. ഞാൻ ഞാൻ അങ്ങനെ ഇത് കണ്ട. ഇത് മറ്റേ സ്ക്രൂവാ? പുതിയതല്ല, ലൈക്ക് സ്ക്രൂ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ത്രെഡിൽ ടൈറ്റ് ചെയ്തിട്ട് നിൽക്കണേ അല്ലത്, അല്ലാതെ ഊരാൻ പറ്റണില്ല ചേട്ടാ. ഞാൻ കുറേ നോക്കിയത്. നേരെ എടുത്താൽ മതി അല്ലേ? ഭയങ്കര ടൈറ്റ് അത്. സോ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട് കേട്ടോ. ശരിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ കേടാക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. റോഡ് ബൈക്ക്, സോറി MTV. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്കിൽ പിന്ന് കിട്ടിയിട്ടില്ല. ബാക്കിൽ കാർബോർഡിൻ്റെ പീസാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് പിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് ആ കളർ വ്യത്യാസത്തിൽ അതിരിക്കുന്നത്. ഇതും കൊണ്ടാണ് ഗൈസ് ഇന്ന് നമ്മൾ ഇറങ്ങാൻ പോണത് കേട്ടോ. എന്താവുമെന്ന് എനിക്കറിയില്ല. കുറച്ച് ടഫായിട്ട് ചെയ്യുന്നൊരു എപ്പിസോഡായിരിക്കും കേട്ടോ. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം ഗൈസ്. സോ ലെറ്റ്സ് ഗോ. സോ നമ്മൾ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് പ്രാർത്ഥിച്ചോളോട്ടെ നിങ്ങളെല്ലാവരും. ദൈവം എങ്ങനെ ഇത് സ്ലോ ചെയ്യാന്ന് എനിക്ക് മനസ്സിലാവാത്തട്ട. പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് പോകേണ്ടി വരും. എനിക്ക് തോന്നുന്നത് സീറ്റ് നമുക്ക് താത്തി വയ്ക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ വണ്ടികളൊന്നുമില്ല. ഓ, ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു കാര്യം നമുക്ക് ചെയ്യാം, സീറ്റ് നമുക്ക് താത്തി വയ്ക്കാം. താത്തി വെച്ചിട്ട് ഓടിക്കാം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ്റെ എയർ കുറവുണ്ട് കേട്ടോ. 5 കിലോമീറ്ററാണ് നമ്മൾ പോകാൻ പോണത്. അയ്യോ, ഇവിടെ ചെറിയൊരു ഇറക്കമുണ്ട് കേട്ടോ. ഇവിടെ കുഴപ്പമില്ല, നമുക്ക് പോകാം സുഹൃത്തുക്കളെ. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഇനി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പോകാൻ പറ്റും ഗൈസ്. ഞാൻ സ്ട്രാവ് ഇടാൻ മറന്നുപോയി കേട്ടോ. സ്ട്രാവ് ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 5 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്യണ്ടേ. ഓക്കെ, 5 കിലോമീറ്റർ ഇതിവിടെ 5 കിലോമീറ്റർ ആവണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ഇറക്കം വരുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. ഓട്ടോ പോസ്റ്റ്. ഓക്കെ, നമുക്കത് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സമയം കാലത്ത് 8 മണി 8:30 8:30 എന്തായാലും ആയിട്ടുണ്ടാവും കേട്ടോ. 8:30 ആയിട്ടുണ്ട്. ഞാൻ പെഡല് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന റൂട്ട് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വിജയമാത പള്ളിയുടെ വഴിയാണ് കേട്ടോ. ഇതാണ് വിജയമാത പള്ളി. ദൈവേ, ഇതിൻ്റെ ഉള്ളിൽ അയ്യോ വണ്ടി ഈശോ. വിജയമാത പള്ളി വഴിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ തിരക്ക് കുറവായിരിക്കും കേട്ടോ. ഈശോ വണ്ടി. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രേക്കിങ് കണ്ടല്ലോ. ഇതിൽ 5 കിലോമീറ്റർ ഇങ്ങനെ തന്നെ പോകണം കേട്ടോ. എന്തൊക്കെയാണ് മുന്നിൽ വരാൻ പോണേന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നോക്കി നോക്കാം. നമുക്ക് സീറ്റ് പയ്യെ താത്താം, കാരണം ഇവിടെ ഇറക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തോരം അത് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു ഇറക്കം വരുന്നുണ്ട്. യെസ് ഗൈസ്, ഇപ്പോൾ നമ്മൾ വിജയമാത സ്കൂൾ, സെൻറ്റ് മേരീസ് CUP സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടാ. അവിടെ ഒരു ഇറക്കമുണ്ട്. കാലിട്ട് അരച്ചരച്ചരച്ചരച്ച് പോവാം. ആരുമില്ല എന്ന് വിചാരിക്കുന്നു. ഭാഗ്യം ഗൈസ്, ആരുമില്ല. കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല ഗൈസ്. ഇനി ഫുള്ള് ഇറക്കാൻ വരണം കേട്ടോ. അതാണ് എനിക്ക് പേടി വരുന്നത്. വണ്ടികൾ കുറവായിരിക്കും. ഞാനിന്ന് ഷൂട്ട് ചെയ്യണത് സൺഡേ ആണ് കേട്ടോ. കാലത്ത് എല്ലാവരും പള്ളിയിലേക്കൊക്കെ പോകുന്ന സമയമാണിത്. അപ്പോൾ സൺഡേ ആണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണത് ഈ സംഭവം ഗൈസ്.
ചെറിയൊരു വളവും ചെറിയൊരു ഇറക്കമാണ് വരുന്നത് കേട്ടോ. ഇനി അതാണ് എനിക്കിപ്പോൾ പേടി വരുന്നത്. വണ്ടിയൊന്നും ഇല്ലല്ലോ അവിടെ. ഈ വഴിയാണ് വണ്ടികൾ വരാത്ത ഇതുകളാണ്. എന്നാലും നമുക്ക് സ്പീഡ് എടുക്കണ്ട കേട്ടോ, ഓക്കെ. സ്ലോവിൽ തന്നെ പോയാൽ മതി കേട്ടോ. ചിലപ്പോൾ ആവേശം കയറിയിട്ട് 2 വട്ടം പെഡൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഓ, ഞാൻ പറഞ്ഞ ഇറക്കം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ് കേട്ടോ. ഈ വഴിയാണ് പോകേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടാ. ഇതിൻ്റെ അർത്ഥം വലിയൊരു വളവുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ, ഇങ്ങനത്തെ നെയിം ബോർഡുകൾ ഈ വീഡിയോയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോ സ്ലോ, ഡേഞ്ചറസ് വളവ്. നിൽക്കൂ. അപകടകരമായ വളവ്, വേഗത കുറച്ച് പോവുക. വേഗത കുറച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ബ്രേക്ക് ഇല്ല. ഗോ സ്ലോ, ഡേഞ്ചറസ് കർവ് ഗൈസ്. ദൈവമേ, ഇവിടെ വലിയൊരു കർവാണ് കേട്ടോ. സോ നമുക്ക് പയ്യെ പോകാൻ സുഹൃത്തുക്കളെ, പയ്യെ പോയിട്ട് ഞാൻ ആ ഇതിൽ ബ്രേക്ക് ഇല്ല എന്നുള്ളൊരു ഈയൊരു ഇതെനിക്ക് കിട്ടണില്ല കേട്ടോ. ദൈവമേ, വലിയ ഇറക്കാം ഗൈസ്, വലിയ ഇറക്കാട്ടാ. സ്ലോ ആക്കിയില്ലേ ചിലപ്പോൾ പണിയാവൂട്ടാ. ഇങ്ങനെ കുഴപ്പമില്ല. കാരണം എനിക്ക് ആ ഫുൾ സ്പീഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനൊരു പൂച്ച എന്തെങ്കിലും ഒരു ഫ്രണ്ടിലേക്ക് ഒരു സാധനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും കേട്ടോ. 5 കിലോമീറ്റർ പോകണം. എന്താവുന്ന എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മളൊരു പാടം ചിയാരം വഴി നമ്മുടെ കടയിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഈ വഴി കട്ട് ചെയ്തിട്ട് നമ്മൾ ഒല്ലൂര് പള്ളിയുടെ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒല്ലൂര് പള്ളിയുടെ അവിടേക്ക് ആ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായത്. ഇവിടെയും അപകട വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ഇറക്കങ്ങളും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഹൈവേയിലേക്കാണ് നമ്മൾ കയറാൻ പോകണം കേട്ടോ. ദൈവമേ, പണിപ്പാളാവും. തമ്പുരാനറിയാം. പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുക. കുർബാന കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെയാണെങ്കിൽ പെട്ട് ആൾക്കാരുകൾ ഫുള്ള് മുന്നിൽ കൂടെ ആയിരിക്കും. റോട്ടിലും തിരക്ക് കുറവാണെന്നുണ്ടെന്ന് നോക്കാം. ഇതാണ് സെൻറ്റ് ആൻ്റണീസ് ഫൊറോണ ചർച്ച് വരുന്നത് കേട്ടോ. ഈ പള്ളിയിലാണ്. ഇതാണ് നമ്മുടെ ഇടവക പള്ളി വരുന്നത്. ഓരോരോ കൊരട്ടി പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് സാധനങ്ങൾ കയറി വരും കേട്ടോ. ഓരോ സാധനങ്ങളൊക്കെ ഗ്രൗണ്ടിലേക്ക് വരും. ഗ്രൗണ്ടിലേക്ക് പോകാൻ നമുക്ക് ഇതാണ് നമ്മുടെ ഇത് വരണത്, പള്ളിയും കാര്യങ്ങളൊക്കെ വരണത്. സൈഡിൽ നമ്മുടെ കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മേലെ തോരണങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര കാര്യമാണ്. ഒരു കമ്പ് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവേ, കുർബാന കഴിഞ്ഞതുകൊണ്ട് സ്പീഡ് കുറച്ച് കൂടുതലാട്ടോ. ഇവിടെ നിന്ന് അറ്റം വരെ നല്ല സ്പീഡുണ്ട്. അതിൻ്റെ ഇടയിൽ കുർബാനയും കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ദൈവമേ, ഓക്കെ. ഇനി ചെറിയൊരു കയറ്റുണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് കയറി ഒല്ലൂര് പള്ളിയിലേക്ക് കയറാം കേട്ടോ. ഒല്ലൂര് പള്ളി ഗ്രൗണ്ടിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അവിടെ നിറച്ച് കൂട്ടുകാരായിരിക്കും. ദൈവമേ, കുർബാന കഴിഞ്ഞു കേട്ടോ. ആൾക്കാരുകൾ നോക്കി നോക്കാം. നമുക്ക് പയ്യെ പോകണുള്ളൂ കേട്ടോ. ദൈവമേ, ഓക്കെ. അവിടെ നിന്ന് എങ്ങനെയോ സർവൈവ് ചെയ്ത് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാണ്ട് എന്നിട്ട് ഒരു വലിയൊരു ഇറക്കമുണ്ട് കേട്ടോ. ഓക്കെ, ഓടി ഇറങ്ങേണ്ടി വരും കേട്ടോ. അത് പണിയാ. കാരണം ഇതിൻ്റെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈവേ ആണ് കേട്ടോ. ഹൈവേയിലെങ്ങാനും പോയി ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. ഇതാണ് നമ്മുടെ ചീരാച്ചി വളവെന്ന് പറയട്ടെ. എപ്പോഴും ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പണ്ട് നടക്കാറുള്ളതാണ്. ഇപ്പോൾ ചെറിയൊരു കുറവുണ്ട് കേട്ടോ.
അത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒല്ലൂര് തലൂര് കുരിയച്ചിറ അല്ല ഒല്ലൂര് പാലിയേക്കര ആ സൈഡ്. ഇവിടെ ഈ സൈഡ് പോയി കഴിഞ്ഞാൽ കുരിയച്ചിറ തൃശ്ശൂർ പോണത് കേട്ടോ. ഒല്ലൂര് വളവ് എന്ന് പറയും. ഒല്ലൂര് വളവ്, അവിടെ ഒരു ഒല്ലൂര് കുളം, ചീരാച്ചി വളവ്, വലിയൊരു വളവാട്ടോ ഈ വളവ് വരുന്നത്. ചീരാച്ചി വളവ് എന്ന് പറയണത് അങ്ങോട്ടേക്ക് എൻ്റെ പൊന്നെ, അങ്ങോട്ടേക്ക് പാലിയേക്കര എറണാകുളം സൈഡ് പോവാം, ഇങ്ങോട്ടേക്ക് തൃശ്ശൂർ കേട്ടോ. സോ നമ്മളിനി കുറച്ച് മാഡ്നസ് കൂടാൻ പോവാണ്. ഇവിടുന്ന് വണ്ടിയുടെ കുറവ് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് കയറി പോവാം. സ്പീഡ് കുറവായിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് സ്പീഡ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. കാരണം ഹൈവേയുടെ ഈ ഭാഗം ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഇവിടെ കുറച്ച് ക്ലൈംബാണ് വരുന്നത്, മേലോട്ട് ക്ലൈംബാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. സോ നമുക്ക് പയ്യെ റൈഡ് ചെയ്തിട്ട് കയറി പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. കാരണം ഇവിടെ അധികം പ്രശ്നമില്ല കേട്ടോ. കാരണം ഹൈവേയുടെ ഈ ഭാഗം ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഇവിടെ കുറച്ച് ക്ലൈംബാണ് വരുന്നത്, മേലോട്ട് ക്ലൈംബാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. സോ നമുക്ക് പയ്യെ റൈഡ് ചെയ്തിട്ട് കയറി പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. കാരണം ഇവിടെ അധികം പ്രശ്നമില്ല. അതിൻ്റെ ഇടയിൽ ആരും വരാണ്ടിരുന്നാൽ മതി മുന്നിലേക്ക്. വലിയൊരു ക്ലൈംബാട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം തന്നെ ചൂസ് ചെയ്യാൻ തന്നെ കാരണം. ആഹാ, വണ്ടികളൊന്നുമില്ല, സമാധാനം, സ്വസ്ഥം. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് നിർത്താട്ടോ. നിർത്തണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇടിച്ച് നിർത്താം. നമുക്ക് സ്ട്രാവയിൽ എത്രയാണെന്ന് നോക്കി നോക്കാം കേട്ടോ. സ്ട്രാവയിൽ നമ്മൾ എത്ര കിലോമീറ്റർ ആയെന്ന് നോക്കി നോക്കാം. 2:64 കാണണം കേട്ടോ. 2:64 ആയിട്ടുള്ളൂ. എൻ്റെ ദൈവമേ, 2:64 കേട്ടോ. ഇതാ ഇനിയും പോകണം കേട്ടോ. 2 കിലോമീറ്റർ കൂടിയും 2:64, 2-2.5 കിലോമീറ്റർ ഇനിയും പോകണം. ഞാനിപ്പോൾ ചെറുതായിട്ടൊരു ബസ് സ്റ്റോപ്പിൽ ഇടിച്ച് കയറ്റി ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡില്ലാത്തവരുടെ ഇങ്ങനെ വയ്ക്കണത്. നമ്മൾ ആ വലിയ ക്ലൈംബ് കയറി വന്നു സ്ലോ ആയിട്ട്. ഇനി നമുക്ക് പയ്യെ നമുക്ക് തിരിച്ച് കടയിലേക്ക് കറങ്ങിയിട്ട് പോകണം. അപ്പോൾ ഏകദേശം നമ്മളുടെ ലക്ഷ്യം പൂർത്തിയാക്കും കേട്ടോ. ചലഞ്ച് ഫിനിഷ് ആവും. 5 കിലോമീറ്റർ ആവും കേട്ടോ. ആൾക്കാരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് ഈ പൊട്ടനോ ബസ് സ്റ്റോപ്പിൽ സൈക്കിൾ ഇടിച്ച് നിർത്തിയിട്ട് അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ, അതെന്താ സംഭവം എന്ന് അറിയാണ്ട് കേട്ടോ. ക്യൂരിയോസിറ്റിയിൽ പയ്യെ പോകാൻ കഴിയും സുഹൃത്തുക്കളെ. നമുക്ക് പയ്യെ നിർത്തി പോവാട്ടോ. നിർത്തി പോവാം. കാരണം വേറെ ഒന്നുമല്ല, അവിടെ ചെറിയൊരു ഇറക്കം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹൈവേയിൽ നമുക്ക് മാറാം, ഇടവഴിയിലേക്ക് കയറാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചിയാരം കഴിഞ്ഞ് നമ്മുടെ അർബൻ ഫ്രീ റൈഡ് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഈ റൂട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് കയറേണ്ടത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പയ്യൊന്ന് സീറ്റ് താത്തി വെച്ച് സ്ലോ ആയിട്ട് ഇവിടുന്ന് ഒരു ടേണിങ് ഉണ്ട് കേട്ടോ. ഇതാണ് ആ ടേണിങ് വരുന്നത്. കുഴപ്പമില്ല, ഓക്കെ, സേഫാണ് സുഹൃത്തുക്കളെ. ഇനി ഇവിടുന്ന് ചെറിയൊരു ക്ലൈംബ് ഉണ്ട്. അതിന് ശേഷം ലെഫ്റ്റ് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ കടയിലേക്ക് കയറാം ഗൈസ്. ജോഷ് ബൈക്സിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ ഷോപ്പിലേക്ക് പോവാം. ഇനി വലിയ തിരക്കുണ്ടാവില്ല കേട്ടോ. എനിക്ക് ആ ഒരു പാർട്ട് മാത്രമേ പേടി ഉണ്ടായിരുന്നുള്ളൂ, ആ ഹൈവേയുടെ ഭാഗം മാത്രമേ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇത് സ്മൂത്താണ്. ഇവിടെ അങ്ങനെ വണ്ടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു സമയത്തെ കാര്യം പറയണം കേട്ടോ. വണ്ടിയുടെ തിരക്കുള്ള സ്ഥലമാണ്, പക്ഷേ ഈ ഒരു സമയത്ത് കുറച്ച് വണ്ടികൾ ഇവിടെ കുറവുണ്ടാവും. നമ്മൾ നമ്മളെ കടയുടെ വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ കടയിലേക്ക് പോകുന്നിടത്ത് ചെറിയൊരു ഇറക്കമുണ്ട് കേട്ടോ. ഞാൻ അനിയനെ അവിടെ പിടിച്ച് നിർത്തേണ്ടി വരും. അവനവിടെ പുറത്തൊന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവണം. സോ അവിടെ കാറുകളും കിടക്കുന്നുണ്ടാവും സുഹൃത്തുക്കളെ. അതാണ് പണി. പിടിക്ക് ഭാഗ്യം. എത്ര കിലോമീറ്റർ ആയെന്നറിയോ? നോക്കിണ്ടാ നമ്മൾ ഇപ്പോൾ ഏകദേശം
ടോട്ടൽ കിലോമീറ്റർ നോ ബ്രേക്ക് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് റൈഡ് ചെയ്തത് 4 കിലോമീറ്ററാണ് കേട്ടോ. 4.75 കിലോമീറ്ററാണ് നമ്മൾ ടോട്ടൽ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെറിയൊരു ചലഞ്ച് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക് ഫിറ്റ് ചെയ്തിട്ട് ഉടായ്പ പരിപാടികളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ സ്റ്റിൽ ഇപ്പോഴും ആ നൂബ് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലും ആ നൂബ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അത് ഊരിക്കളഞ്ഞാലും ബ്രേക്ക് കിട്ടില്ല. നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഇല്ല കേട്ടോ. ഡിസ്ക് ബ്രേക്ക് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. എടാ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രാച്ച് വരടാ. എപ്പോഴും സൈക്കിൾ വയ്ക്കുമ്പോൾ പെഡലുമ്മ ഹോൾഡ് ചെയ്തിട്ട് വയ്ക്കുക. ഇത് പെഡലുമ്മ ഹോൾഡ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രെയിമുമ്മ ഇത് വരും. സോ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ നോ ബ്രേക്ക് ചലഞ്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ടെൻഷൻ അടിച്ചിട്ടേ. സോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ജോഷ് ബൈക്സിലാണ്, നമ്മുടെ സ്വന്തം ഷോപ്പ് ജോഷ് ബൈക്സ്. നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോഴും അറിയുന്നില്ല എവിടെയാണ് ഷോപ്പ് എന്നുള്ളത്. ഞാൻ പറ്റാവുന്നതിൽ മാക്സിമം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഇതിൻ്റെ ഉള്ളിലാണ്, ഇത് തുറന്നിട്ട് വരണം കേട്ടോ. അവിടെയാണ് ജോഷ് ബൈക്സ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ കടയിൽ നിന്നാണ് ഇതെടുത്തത് കേട്ടോ. നമ്മുടെ എപ്പെക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ടോറിൻ്റെ എപ്പെക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ജോഷ് ബൈക്സ് വരുന്നത് സുഹൃത്തുക്കളെ. ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ, ജോഷ് ബൈക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഒരു ബോർഡ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്കൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ നാളെ ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ റിസർച്ച് ചെയ്ത് വന്നതാണ്. 1-2 പ്ലാനുകളുണ്ട് ചലഞ്ച് വീഡിയോസിൽ. സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിരിക്കുക. അടുത്തൊരു കിടിലം വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.